ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ഇംഗ്ലീഷാണ് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഏത് ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്? then there were none അല്ലേ? ഈ ചാപ്റ്ററാണ് നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ സ്റ്റഡി ചെയ്തു അല്ലേ? നമ്മളൊരു ഡിറ്റക്റ്റീവ് സ്റ്റോറി അല്ലെങ്കിൽ എന്താണ് ഒരു ക്രൈം സ്റ്റോറിയാണ്, നമ്മൾ ഒരു ത്രില്ലിംഗ് സ്റ്റോറിയാണ് നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരുടെ? അഗത ക്രിസ്റ്റി എന്ന് പറയുന്ന ഒരു ഓതറിന്റെ ഒരു നല്ലൊരു സ്റ്റോറി അല്ലേ? ക്രൈം സ്റ്റോറി, ത്രില്ലിംഗ് സ്റ്റോറിയാണ് നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പറഞ്ഞായിരുന്നു? എന്താണ് നമ്മൾ എവിടെ വരെ സ്റ്റഡി ചെയ്തു? എന്താണ് നമ്മുടെ കഥ? അതായത് ഇംഗ്ലണ്ടില് വളരെ കാലം മുമ്പ് ഇംഗ്ലണ്ടില് 10 വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്ക് 10 ആളുകൾക്ക് ഇൻവിറ്റേഷൻ ലഭിച്ചു. എന്തായിരുന്നു? അവരുടെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഓവന്റെ ഒരു ഇൻവിറ്റേഷൻ ആയിരുന്നു. അത് എന്തായിരുന്നു? അത് അവരുടെ സോൾജിയർ ഐലൻഡിലെ അത് കാണാൻ സന്ദർശിക്കാനാണ് ഈ 10 ആൾക്കാരെയും മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഓവൻ ക്ഷണിച്ചത്. അവരുടെ ക്ഷണപ്രകാരം ഈ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഓവന്റെ ക്ഷണപ്രകാരം ഈ 10 പീപ്പിൾ ഈ 10 ആളുകളും ആ ഐലൻഡിലേക്ക് വന്നു. അപ്പൊ വന്ന് എല്ലാവരും ഐലൻഡിൽ എത്തിയപ്പോ എല്ലാവർക്കും താമസിക്കാൻ വ്യത്യസ്ത മുറികൾ 10 റൂം കൊടുത്തു. എല്ലാ റൂമും എന്താണ്? എല്ലാ റൂമിലും കോമൺ ആയിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്തുവായിരുന്നു അത്? ഒരു 10 സോൾജേഴ്സിന്റെ ഒരു പിക്ചർ എല്ലാ റൂമിലും കോമൺ ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യത്തെ ദിവസം വന്നു അവർ ഡിന്നർ കഴിക്കാനായിട്ട് ഡൈനിങ് ഹാളിൽ വന്നിരിക്കുമ്പോഴത്തേക്കും എന്താണ് അവിടെ ട്രേ ഉണ്ട്, ആ ടേബിളിൽ ഒരു ട്രേ ഉണ്ട്. ആ ട്രേക്കകത്ത് എന്തായിരുന്നു? ഒരു 10 സോൾജേഴ്സിന്റെ ഒരു മിനിയേച്ചർ അവിടെ ഇങ്ങനെ ചെയ്തു വെച്ചേക്കുന്നു ഇല്ലേ? ആ ട്രേയിൽ ഒരു 10 സോൾജേഴ്സിന്റെ ഒരു ചെറിയ രൂപം ഇങ്ങനെ ചെയ്തു വെച്ചേക്കുന്നു. അതിനുശേഷം അവർ എന്താണ് ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുമ്പോഴത്തേക്കും ഒരു കുറച്ച് റെക്കോർഡിംഗ് ഒക്കെ കേൾക്കുന്നുണ്ട്. പിന്നെന്താ ഒരു അൺനോൺ വോയിസ് അവിടെ കേട്ടു. എന്തായിരുന്നു? നിങ്ങൾ എല്ലാവരും തെറ്റ് ചെയ്തവരാണ്, നിങ്ങൾ എന്താണ് തെറ്റിൽ നിന്ന് ആ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ടു. പക്ഷെ നിങ്ങളെല്ലാം ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഈ ഐലൻഡിൽ വിളിച്ചു വരുത്തിയിരിക്കുന്നത് നിങ്ങൾക്കുള്ള പണിഷ്മെന്റ് തരാനാണെന്ന് പറയുന്നു. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്കും എല്ലാവരും പേടിച്ച് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്നു. പക്ഷെ എന്താണ്? ദ്വീപിന് ചുറ്റും കടൽ ആത്തിരമ്പുകയും കൊടുങ്കാറ്റടിക്കുകയൊക്കെ ചെയ്തു. ബോട്ടോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് എന്താ രക്ഷപ്പെടാൻ പറ്റില്ല. അങ്ങനെ ആ 10 ആൾക്കാരും അവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നു. അങ്ങനെ ഓരോ ദിവസം ഓരോരുത്തരായിട്ട് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്താണ്? 8 ദിവസമായിരുന്നു നമ്മൾ പറഞ്ഞത് ഇല്ലേ? എത്രയായിരുന്നു? എവരിഡേയിലെ ഓരോ ദിവസം 1 or 2 ആൾക്കാർ വെച്ചിട്ട് ഓരോ ദിവസവും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം വന്നപ്പോ 3-ാമത്തെ ദിവസം വന്നപ്പോ ബാക്കി 4 ആൾക്കാരിലെ 10 പേര് വന്നതിൽ ആ 4 ആൾക്കാർ മാത്രമേ അവശേഷിച്ചുള്ളൂ. ആരൊക്കെയായിരുന്നു 4 പേര്? വേറ എലിസബത്ത് ക്ലേത്തോൺ, വില്യം ഹെൻറി ബ്ലോ, ഡോക്ടർ എഡ്വേർഡ് ജോർജ് ആംസ്ട്രോങ് ആൻഡ് ഫിലിപ്പ് ലോംബാർഡ്. അങ്ങനെ ഈ 4 ആൾക്കാർ മാത്രമാണ് അവശേഷിച്ചു. അപ്പൊ അവരെന്താണ് അവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചിട്ട് അവരുടെ റൂമുകളിലേക്ക് ഉറങ്ങാൻ പോകുന്നു. പക്ഷെ ഈ 4 ആളുകൾക്ക് എന്താണ് ഉറക്കം വരുന്നില്ല. കാരണം അവർ ചെയ്ത കുറ്റം അവരെ ഇങ്ങനെ ആ ഒരു കുറ്റബോധം അവരെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു. വേറെ എലിസബത്ത് ക്ലേത്തോന്റെ കാര്യത്തിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? പണ്ട് അവിടെ ഒരു കുട്ടിയെ നോക്കാൻ കെയർടേക്കറായിട്ട് നിൽക്കുന്ന സമയത്ത് കുട്ടിയുടെ അങ്കിള് ഭയങ്കര റിച്ച് ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തെ മാരേജ് ചെയ്യാനായിട്ട് വേറെ പദ്ധതി ഇടുകയും അതിന് തടസ്സം നിൽക്കുമ്പോൾ കണ്ടപ്പോ ആ കുട്ടിയെ എന്താണ് മനഃപൂർവ്വം ഒഴിവാക്കുന്നത്. എന്താണ് വെള്ളത്തിൽ മുങ്ങി ആ കുട്ടി മരിക്കുന്നത്. അത് കാരണക്കാരി ആരാണ്? വേറെ എലിസബത്ത് ക്ലേത്തോൺ ആണെങ്കിലും അത് നിയമത്തിന്റെ ആ ഒരു ഇതിൽ നിന്ന് വേറെ രക്ഷപ്പെട്ടു ഇല്ലേ? കള്ളത്തരം പറഞ്ഞ് രക്ഷപ്പെടുകയും എന്നാലും അങ്കിളിന്റെ സംശയമുണ്ട് ഈ കുട്ടിയെ മരിക്കാൻ കാരണം വേറെ ആണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വേറെ ജോലിയിൽ നിന്ന് പുറത്താക്കി. അപ്പൊ രണ്ടാമത് നമ്മൾ ആരെങ്കിലും പറഞ്ഞത്? ഫിലിപ്പ് ലോംബാർഡിന്റെ കാര്യം പറഞ്ഞു ഇല്ലേ? ഇത് നമ്മള് ഫിലിപ്പ് ലോംബാർഡിന്റെ കാര്യം പറഞ്ഞു. ഫിലിപ്പ് ലോംബാർഡ് എന്താണ് ചെയ്തത്? പണ്ട് അദ്ദേഹം എന്തായിരുന്നു? ഭയങ്കര ഇല്ലേ ഓരോ ഇങ്ങനെ ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് ഭയങ്കര എന്താണ് എക്സൈറ്റ്മെന്റ് ഒക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹം ഒരുപാട് ക്രൈംസ് ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മുൻപുള്ള കാലഘട്ടത്തിൽ ഒരുപാട് ക്രൈംസ് ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ ഓർത്തപ്പോഴെന്താണ് അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിയും. അതുപോലെ ഒരുപാട് മർഡർ ഒക്കെ അദ്ദേഹം ചെയ്തിരുന്നു. അപ്പൊ അതൊക്കെ ഓർത്തപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഉറക്കം വന്നില്ല. പിന്നെ മൂന്നാമത് നമ്മൾ പറഞ്ഞത് ഫോർമർ ഇൻസ്പെക്ടർ ബ്ലോറിന്റെ കാര്യമായിരുന്നു. അദ്ദേഹം ഇൻസ്പെക്ടർ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് എന്താണ് ഈ ഒരു തന്റെ ജോലിയിൽ പ്രൊമോഷൻ കിട്ടാനായിട്ട് അദ്ദേഹം കള്ളസാക്ഷി പറഞ്ഞ ആളുടെ ഫേസ് ആണ് അദ്ദേഹം ഉറങ്ങാൻ കിടക്കുമ്പോൾ പെട്ടെന്ന് മുമ്പിലേക്ക് തിരിഞ്ഞത്. അപ്പൊ അത് കാരണം ഇൻസ്പെക്ടർ ബ്ലോറിനും ഉറങ്ങാൻ കഴിഞ്ഞില്ല. അപ്പൊ എന്താണ് പറഞ്ഞ ബ്ലോറിങ്ങനെ ഉറങ്ങാതിരുന്ന സമയത്ത് എന്താണ് തന്റെ മുറിക്ക് മുന്നിൽ ഒരു കാർബൺ മാറ്റം കേട്ടു നമ്മൾ പറഞ്ഞു. അപ്പൊ ആ കേട്ട സമയത്ത് പോകുന്നില്ല. കാരണം ഒരു ആയുധം ഒരു പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ ഒരു എന്താണ് ഒരാളുടെ മുമ്പിൽ ചെന്നുപെടാൻ അദ്ദേഹത്തിന് വയ്യ. അപ്പൊ അദ്ദേഹം പ്രിപ്പറേഷൻ ഒക്കെ എടുത്തിട്ട് മുറിയുടെ പുറത്തോട്ട് ഇറങ്ങുന്നു ഈ കാർബൺ മാറ്റം കേട്ടതിന് ശേഷം. ഇവിടെ വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റഡി ചെയ്തത്. ബാക്കി നമുക്ക് നോക്കാം. പേജ് നമ്പർ 35 എടുത്ത് ശ്രദ്ധിച്ചേ. He quickly bent over and knocked on door Armstrong. He quickly
went over and knocked on Dr. Armstrong door. അപ്പോൾ എന്താണ് ഇദ്ദേഹം പെട്ടെന്ന് ആ കൺഫർമേറ്റം പോയതിനു ശേഷം വെളിയിൽ ഇറങ്ങിയിട്ട് ഡോക്ടർ ആംസ്ട്രോങ്ങിന്റെ മുറിയിൽ ചെന്ന് മുട്ടിനോക്കി. There was no response. എന്താണ് ഒരു പ്രതികരണവും ആ ഡോക്ടറുടെ മുറിയിൽ നിന്ന് കേൾക്കുന്നില്ല. Only silence, അല്ലേ, നിശബ്ദത മാത്രം. Fearing that he was dead, he rushed into Lombard and knocked. Lombard yelled, "What's up?" അപ്പോൾ എന്താണ് പറയുന്നത്, ഇദ്ദേഹം പെട്ടെന്ന് ഓടി അടുത്ത മുറിയിലുള്ള ലോംബാർഡിന്റെ മുറിയുടെ മുറിയിലേക്ക് പോയിട്ട് അദ്ദേഹത്തിന്റെ കടയിൽ തട്ടിയിട്ടില്ല, പേടിച്ച് അല്ലെ, ഭയചേതനായിട്ട് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുറിയിൽ ചെന്ന് ഇങ്ങനെ തട്ടി വീഴുന്നു. അപ്പൊ പെട്ടെന്ന് ലോംബാർഡ് അലറിക്കൊണ്ട് പുറത്തിറങ്ങി, എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട്. Blow said there is some creeping out in the hall. അപ്പോൾ എന്താണ് ബ്ലോ പറഞ്ഞ, ആരോ നമ്മുടെ ഹാളിലൂടെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന ശബ്ദം കേട്ടു. Come out quickly, വേഗം പുറത്തു വരൂ. Lombard came out with the gun. ലോംബാർഡ് എന്ത് ചെയ്തു, തന്റെ കണ്ണം പിടിച്ചിട്ട് വെളിയിലിറങ്ങി. Together they went to Armstrong's room and found that the room was locked from outside. പെട്ടെന്ന് ഇവർ രണ്ടുപേരും കൂടെ വെളിയിലിറങ്ങി, തന്റെ തോക്കൊക്കെ ആയിട്ട് രണ്ടുപേരും കൂടെ വെളിയിലിറങ്ങിയിട്ട് നമ്മുടെ ആംസ്ട്രോങ്ങിന്റെ മുറിയുടെ മുന്നിൽ ചെന്ന് നോക്കിയപ്പോൾ എന്താണ്, മുറി പുറത്തു നിന്ന് കുട്ടിയേക്കുന്നതാണ് കണ്ടത്. They concluded that Armstrong was the one who was creeping steadily and scaring everyone. അപ്പോൾ അവരെന്താ പറഞ്ഞാൽ, എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ എഴുതി നീങ്ങിയത് ആരായിരിക്കും, ആംസ്ട്രോങ് എന്തായിരിക്കും, ഇവർ രണ്ടുപേരും ഇങ്ങനെ പറയുകയാണ്. After a frantic search, they still couldn't find Armstrong. അപ്പോൾ എന്താണ്, എത്ര നോക്കിയിട്ടില്ലേ, ഒരു തിരച്ചിലിന് ശേഷം അവർക്ക് എന്താണ് ഇപ്പോഴും നമ്മുടെ ആംസ്ട്രോങ്ങിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. They came back and informed Vera that Armstrong had vanished into the air. അപ്പോൾ എന്താണ് അവർ പറഞ്ഞത്, അവര് ഈ കുറെ തിരച്ചിലിനൊക്കെ ശേഷം ഈ ആംസ്ട്രോങ്ങിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവർ രണ്ടുപേരും കൂടെ നേരെ വേറെ എടുത്ത് വന്നി നടന്ന കാര്യങ്ങൾ പറയുന്നു. എന്താണ്, ആംസ്ട്രോങ് വാനിഷ് ആയിപ്പോയില്ലേ, വാനിഷ് അപ്രത്യക്ഷനായി, ആംസ്ട്രോങ്ങിനെ കാണാനില്ല. With fear in their eyes, they also told Vera that the dining room window pane was smashed and there were only 3 soldiers left in the train. അവരുടെ കണ്ണുകളിൽ എന്താണ്, ഭയം നിറഞ്ഞു. എന്നിട്ട് അവർ എന്ത് പറയുന്നു, ആ ജനലിലെ ഗ്ലാസ്സിലെ, ഡൈനിങ് റൂമിലെ ജനലിന്റെ ഗ്ലാസ് ചില്ല പൊട്ടിയിരിക്കുന്നു അല്ലെ, ഗ്ലാസ് പൊട്ടിയിരിക്കുന്നു. എന്നിട്ട് എന്താണ്, ആ ട്രെയിനില് നമ്മൾ പറഞ്ഞ 10 സോൾജേഴ്സിനെ മിനിയേച്ചർ വെച്ചിരുന്ന ആ ട്രെയിനിൽ ബാക്കി എത്രയുള്ളൂ, ഇനി 3 സോൾജേഴ്സിനെ അവശേഷിക്കുന്നുള്ളൂ. കാരണം എന്താ, 4ാമത്തെ ആളും കൊല്ലപ്പെട്ടു. ഇനി ബാക്കി ആരൊക്കെ ഉണ്ട് ഇല്ലേ, വേറെ ഉണ്ട്, പിന്നെ ആരുണ്ട്, ഫിലിപ്പ് ലോംബാർഡ് ഉണ്ട്, ബ്ലോർ ഉണ്ട്. ആംസ്ട്രോങ്ങും ദാ പോയിരിക്കുന്നു. നോക്കിക്കേ, as there was nothing they could do, they went to sleep. അവർക്ക് എന്താ പരസ്പരം എന്തോ പറയാൻ അറിയാൻ വയ്യ, അവർക്ക് ഭയമാണല്ലോ. കാരണം ബാക്കി 4 പേരെ അവശേഷിച്ചിരുന്നുള്ളൂ, അതിൽ ആംസ്ട്രോങ്ങിനെയും കാണാതായിരിക്കുന്നു. ബാക്കി ഇനി 3 പേരേ ഉള്ളൂ ട്രെയിനിലും, ബാക്കി ഇനി 3 സോൾജേഴ്സേ കാണപ്പെടുന്നുള്ളൂ. അവര് ഉറങ്ങാൻ പോയി. The next morning when they woke up, the storm that had invaded the island for 3 days seemed to have passed. അപ്പോൾ എന്താണ്, അടുത്ത ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും അവരെല്ലാം ഉറക്കം എഴുതിട്ട് നോക്കിയപ്പോൾ എന്താണ്, ആ 3 ദിവസമായിട്ട് എന്താണ്, അവിടെ ആ ഒരു ദ്വീപിനെ ആക്രമിച്ചുകൊണ്ടിരുന്ന കൊടുങ്കാറ്റ് പോയെന്ന് അവർക്ക് തോന്നി. With the shining sun, their spirits rose. They felt bolder and less fearful in the daylight. തിളങ്ങുന്ന സൂര്യനൊപ്പം അവരുടെ എന്താണ്, അവരുടെ ആത്മാവ് ഉയർന്നു. They felt bolder and less fearful in the daylight. അപ്പോൾ അവർ ഡേലൈറ്റിൽ എന്താണ്, കുറച്ചുകൂടെ ബോൾഡറും അതുപോലെ തന്നെ കുറച്ച് ലെസ് ഫിയറിലെ, കുറച്ച് ഭയം കുറഞ്ഞായിട്ട് നമുക്ക് തോന്നി. With Armstrong still not found, they sat speculating. അപ്പോൾ എന്താണ്, എന്നിട്ട് എന്താ, ആംസ്ട്രോങ്ങിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തലേന്ന് രാത്രി കാണാതെ പോയ ആംസ്ട്രോങ്ങിനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. They sat speculating. എന്താണ് സ്പെക്കുലേറ്റിംഗ്, നമ്മൾ ഇന്ന് പഠിക്കുന്ന ന്യൂ വേർഡ് ആണ് സ്പെക്കുലേറ്റിംഗ്. എന്താണ് സ്പെക്കുലേറ്റിംഗ് വേർഡ് മീനിങ് നോക്കേ, തിങ്കിങ് ഓഫ് ഡിഫറെന്റ് വേസ് ഓർ റീസൺസ് ടു എക്സ്പ്ലെയിൻ എ സിറ്റുവേഷൻ. അപ്പോൾ ഒരു സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പറയുന്നു, പല രീതിയിൽ ചിന്തിക്കുന്നു അല്ലെ. ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നമുക്ക് തന്നാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എല്ലാവരും ഒരേ രീതിയിലാണ് ചിന്തിക്കുന്നത്, അല്ല. ആ ഒരു സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ എല്ലാവരും എന്താ, ഡിഫറെന്റ് വേയിലായിരിക്കും തിങ്ക് ചെയ്യുന്നത്. അതാണ് സ്പെക്കുലേറ്റിംഗിന്റെ വേർഡ് മീനിങ്. എന്താണ്, തിങ്കിങ് ഓഫ് ഡിഫറെന്റ് വേസ് ഓർ റീസൺസ് ടു എക്സ്പ്ലെയിൻ എ സിറ്റുവേഷൻ. ഒരു സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ പല കാരണങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ പലരും എന്താണ് ഡിഫറെന്റ് വേയിലാണ് ചിന്തിക്കുന്നത്. അപ്പൊ അത് സ്പെക്കുലേറ്റ്. അപ്പൊ എന്താണ്, ഇവരെല്ലാം ആംസ്ട്രോങ്ങിനെ കാണാതെ പോയതിനെ കുറിച്ച് എല്ലാരും അവിടെ ഇരുന്നിട്ട് എന്താ പല രീതിയിൽ ചിന്തിക്കുകയാണ്, ആംസ്ട്രോങ്ങിനെ എങ്ങനെ കാണാതായി. Vera said the sea must have probably taken him. അപ്പൊ എന്താണ്, വേറെ എന്ത് പറയുന്നു, എന്താ ആംസ്ട്രോങ്ങിനെ ചിലപ്പം കടലിൽ കൊണ്ടുപോയതായിരിക്കും എന്ന് വേറെ പറയുന്നു.
As the sun rose, they went to the hilltop and tried to shine a mirror. They tried to send an SOS alert to whoever was near the island as the sea was still rough from the storm, and they could not get help until the next morning. അപ്പൊ എന്ത് ചെയ്തു? അവര് സൂര്യൻ അസ്തമിക്കാറല്ലേ, സൺ റോസ് ആയപ്പോഴത്തേനും അവർ എന്ത് ചെയ്തത്? വെന്റ് ടു ദ ഹിൽ ടോപ്പിന്റെ മുകളിൽ ചെന്നിട്ട് അല്ലേ ആ ഒരു തിളക്കം നിന്നിട്ട് എന്ത് ചെയ്തു? അവര് അടുത്തുള്ള അതിന്റെ ആ ഒരു ദ്വീപിനടുത്തുള്ള ആർക്കെങ്കിലും ഒരു SOS അലേർട്ട് ചെയ്യാൻ നോക്കിയില്ല. അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ അവര് ചെയ്തു. പക്ഷെ എന്താണ്? they could not get help until the next morning. അടുത്ത രാവിലെയും അവർക്ക് ആരിൽ നിന്നും ഒരു സഹായവും ലഭിച്ചില്ല. It was 2 in the afternoon. അല്ലേ, സമയം ഉച്ചയ്ക്ക് 2 മണിയായി. Bloor raised an argument saying that Lombard was the killer as he was the armed one. അപ്പം പിറ്റേന്ന് ഉച്ചയ്ക്ക് 2 മണിയായപ്പോഴത്തേക്ക് എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഈ ബാക്കി 3 പേരും കൂടി ഇരിക്കുമ്പോൾ നമ്മുടെ ബ്ലോർ എന്ത് പറയുന്നത്? ആർഗ്യുമെന്റിൽ ഒരു വാദം പറയുന്നത് എന്താണ്? ഈ നമ്മുടെ ലോംബാർഡാണ് കില്ലർ എന്ന് പറയുന്നത്. ആരാണ്? നമ്മുടെ കൂട്ടത്തിലുള്ള ലോംബാർഡാണ് കൊലയാളി എന്ന് പറഞ്ഞത്. കാരണം എന്താണ്? അയാളുടെ കയ്യിൽ മാത്രമേ ഒരു വെപ്പൺ ഉള്ളൂ. അപ്പൊ എന്താണ് അടുത്ത രൂപയിൽ നമ്മൾ പഠിക്കുന്ന? ആംഡ്, ARMED, ആംഡ്. ആംഡിൽ എന്താ നോക്കിക്കുക? ഹാവിങ് വെപ്പൺസ് ഇല്ലേ? വെപ്പൺസ് ഉള്ള, വെപ്പൺ കൈവശമുള്ള ഒരേ ഒരാളെ ഉള്ള ആര്? ഫിലിപ്പ് ലോംബാർഡ്. അപ്പൊ ആംഡ് വേർഡ് മീനിങ് എന്താ? ഹാവിങ് വെപ്പൺ. അപ്പം ആര് പറയുന്നു? ബ്ലോർ പറയുന്നു നമ്മുടെ കൂട്ടത്തില് എന്താണ്? ഫിലിപ്പ് ലോംബാർഡ് തന്നെയാണ് കൊലയാളി. അദ്ദേഹത്തിന്റെ കയ്യിൽ മാത്രമാണ് ഒരു എന്തെങ്കിലും ആയുധമുള്ളത്. നോക്കിക്കേ. After a lot of arguments and blaming each other, Bloor walked up to the house to eat some lunch. അപ്പൊ എന്താണ്? ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ വാക്കുതർക്കമായി പലരും പല വാദങ്ങൾ, ഈ 3 പേരും എന്താണ് പലതരത്തിലുള്ള വാദങ്ങളൊക്കെ ഉന്നയിക്കുന്നു. അങ്ങനെയുള്ള വാക്കുതർക്കത്തിനൊക്കെ ശേഷം നമ്മുടെ ബ്ലോർ എന്ത് ചെയ്യുന്നു? ലഞ്ച് കഴിക്കാനായിട്ട് എഴുന്നേറ്റ് പോയി. When Bloor moved up, Lombard said to Vera, I am sure Bloor is the killer. അപ്പൊ ബ്ലോർ ഇങ്ങനെ ലഞ്ച് കഴിക്കാൻ പോയില്ലേ, എന്നിട്ട് പുറത്ത് പോയപ്പോഴത്തേക്കും നമ്മുടെ ലോംബാർഡ് വേറെയോട് എന്ന് പറയുന്നു, എനിക്ക് ഉറപ്പാണ് ബ്ലോർ ആണ് കൊലയാളി എന്ന് പറയുന്നത്. He was the one who alerted us last night. He had enough time to kill Armstrong and then wake up us. അപ്പൊ എന്താണ് നമ്മുടെ ലോംബാർഡ് പറയുന്നത്? എന്താ? എനിക്ക് ഉറപ്പാണ് നമ്മുടെ ബ്ലോർ ആണ് കൊലയാളി എന്ന് പറയുന്നത്. ഇന്നലെ രാത്രി ഞങ്ങളെ അറിയിച്ചത് ആരാണ്? നമ്മുടെ ബ്ലോർ ആണ് വന്ന് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞത്. എന്താണ്? ഇങ്ങനെ ആംസ്ട്രോങ്ങിനെ കാണുന്നില്ല, ആരാണ്ട് എഴുതി പോയെന്നൊക്കെ പറഞ്ഞില്ലേ? ബ്ലോർ ആണ് എന്നെ വന്ന് വിളിച്ചെടുത്തത്. അപ്പം ആ ആംസ്ട്രോങ്ങിനെ കൊല്ലാനും എന്നെ വന്ന് വിളിച്ചു നിർത്താനുള്ള ധാരാളം സമയം നമ്മുടെ ബ്ലോറിനുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ആരാണ്? ബ്ലോർ തന്നെയാണ് കൊലയാളി എന്ന് ലോംബാർഡ് വേറെയോട് പറയുന്നു. Suddenly they heard a crash. അപ്പൊ എന്താണ്? പെട്ടെന്ന് അവരൊരു ശബ്ദം കേട്ടു. They both ran up to the terrace. He saw Bloor lying dead on the stone steps. അപ്പൊ അവർ രണ്ടുപേരും ഇങ്ങനെ ലോംബാർഡിന്റെ ഇങ്ങനെ പറയുന്നില്ലേ ബ്ലോർ ആണ് കൊലയാളി എന്നൊക്കെ. നമ്മുടെ ലോംബാർഡ് ഇങ്ങനെ സംശയം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ടെറസിൽ ഒരു ശബ്ദം കേട്ടു. അവർ രണ്ടും കൂടെ എന്താണ് ഭയന്നിട്ട് ടെറസിലേക്ക് ചെന്ന് നോക്കിയപ്പം നമ്മുടെ ബ്ലോർ എന്താണ് അല്ലേ ഇവിടെ മരിച്ചു കിടക്കുന്നു. Bloor ran up to the terrace. He saw Bloor lying dead on the stone terrace. ആ കല്ല് ടെറസിൽ നമ്മുടെ ബ്ലോർ മരിച്ചു കിടക്കുന്നു. വേറെ ആൻഡ് ലോംബാർഡ് വേർ നൗ ടെറിഫൈഡ്. പെട്ടെന്ന് തന്നെ എന്താണ്? വേറെയും ഇല്ലേ, വേറെയും ലോംബാർഡിനും കൂടുതൽ ഭയം കൂടി വന്നു. They knew they were next line. അവർക്ക് മനസ്സിലായി അടുത്ത ഞങ്ങളാണ്, അടുത്ത നിരയിലുള്ളത് ഞങ്ങളാണ്, മരിക്കാൻ കാത്തിരിക്കുന്നത് ഞങ്ങളാണ്. They planned to go to the cliff top and wait for help, keeping the gun with them for defense. അവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് എന്താ നമുക്ക് ക്ലിഫ് ടോപ്പിലെ പാറയുടെ മുകളിൽ ചെന്ന് നിൽക്കാം, എന്നിട്ട് ആരോടെങ്കിലും ആരെങ്കിലും വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, ലിഫ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അങ്ങനെ അവർ അവരുടെ ഗണ്ണൊക്കെ എടുത്തിട്ട് പ്രതിരോധത്തിന് വേണ്ടിയിട്ട് അവരുടെ ഗണ്ണും എടുത്തിട്ട് അവർ എന്ത് ചെയ്തു? പാറയുടെ മുകളിലേക്ക് പോകാൻ തീരുമാനിച്ചു. The sun was dying and there was a rusty golden hue all around the island. So sun was dying. എന്താ? സൂര്യൻ മരിച്ചു കഴിഞ്ഞിരുന്നു എന്ന് വെച്ചാൽ എന്താ? മരിക്കുകയായിരുന്നു എന്ന് വെച്ചാൽ എന്താ പറയുക? സൂര്യൻ അസ്തമിച്ചു തുടങ്ങി. And there was a rusty golden hue all around the island. ഇല്ലേ, ഒരു എന്താണ് നമ്മുടെ ദ്വീപിന് ചുറ്റും ഒരു തുരുമ്പിച്ച സ്വർണ്ണ നിറം ഉണ്ടായി. അല്ലെങ്കിൽ സൂര്യൻ എന്താണ് അസ്തമിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ദ്വീപിന് ചുറ്റും ഒരു തുരുമ്പിച്ച സ്വർണ്ണ നിറം കണ്ടു. As they climbed, Lombard pointed out to the rocks and said, "Oh, what is that? It looked like a box or pile of blocks." അപ്പൊ ഇങ്ങനെ അവര് പാറയ്ക്ക് മുകളിൽ ഇങ്ങനെ കയറി പോവാൻ നേരത്തും നമ്മുടെ ലോംബാർഡ് ഒരു ദൂരെ ഒരു
കാര്യം ശ്രദ്ധിച്ചു. എന്നിട്ട് ലോബാർഡ് എന്ന് പറഞ്ഞു വാട്ട് ഈസ് ദാറ്റ് അല്ലേ, എന്താണ് അവിടെ കിടക്കുന്നത്, എന്താണ് ഒരു പെട്ടിയാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എന്താണ് കുറച്ച് പൈൽ ഓഫ് ക്ലോത്ത്സ് ഇല്ലേ, കുറച്ച് കഷ്ണം തുണിയാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അതൊരു പെട്ടിയാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അതൊരു വസ്ത്രം കൊണ്ട് കൂമ്പാരം പോലെയായിട്ട് എനിക്ക് അവിടെ തോന്നുന്നു. വേറെ റിപ്ലൈ ഓർ someone could be bathing in the sea. വേറെ എന്ത് പറഞ്ഞു, അത് തുണിയും അല്ലെങ്കിൽ പെട്ടിയൊന്നുമല്ല, ആരോ കടലിൽ കുളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. Both of them scrambled to the place down the road. Close to it, they now saw that they were not clothes, but a man washed to a water edge, his face down, stuck between two rocks. അപ്പൊ അവരിങ്ങനെ പാറയുടെ മുകളിൽ ചെന്ന് അതിന്റെ ഒരു പെട്ടി കിടക്കുന്നു അല്ലെങ്കിൽ ഒരു വസ്ത്രത്തിന്റെ കുമ്പാരം കിടക്കുന്നു പറഞ്ഞില്ലേ, അതിന്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് ഒരു എന്തും കണ്ടത് ഒരു മനുഷ്യൻ, അത് വസ്ത്രവും അല്ല ഒരു പെട്ടിയൊന്നുമല്ല, ഒരു മനുഷ്യൻ കുഞ്ഞിന്റെ തന്നെ ഫേസ് ആ വെള്ളത്തിൽ കഴുകുന്നതായിട്ട് ഇങ്ങനെ കുഞ്ഞു കിടക്കുന്നു, രണ്ട് പാറകൾക്കിടയിൽ ഇങ്ങനെ കമഴ്ന്ന് കിടക്കുന്നതാണ് കണ്ടത്. വേറെ പാറകൾക്കിടയിൽ ഇങ്ങനെ കുഞ്ഞി കിടക്കുന്നത് അവര് കണ്ടു, അതൊരു മനുഷ്യനാണെന്ന് അവര് തിരിച്ചറിഞ്ഞു. They turned the man and sat still frozen with fear. എന്താണ് അത് കണ്ടിട്ട് അവർ രണ്ടുപേരും പരയില് തലച്ചു നിന്നില്ലേ, ഭയം കൊണ്ട് അത് ആരാന്ന് അറിഞ്ഞിട്ട് അവർ ഭയത്താലേ ഭയന്ന് വിറച്ചിങ്ങനെ തലച്ചു നിന്നു. ഇറ്റ് വാസ് ആംസ്ട്രോങ്. അത് ആരായിരുന്നു, തലേന്ന് രാത്രി കാണാതായ നമ്മുടെ ആംസ്ട്രോങ് ആയിരുന്നു. അപ്പം ബാക്കി എത്ര പേരായോ അവശേഷിച്ച് ഇനിയില്ലോ വേറെയും പിന്നാരുണ്ട്, നമ്മുടെ ലോബാർഡ് മാത്രമേ ഇനി അവിടെ അവശേഷിക്കുന്നുള്ളൂ. ബാക്കി തലേന്ന് കാണാതായ ആംസ്ട്രോങ്ങും മരിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഗ്ലോറിനെ എവിടെയാണ് ടെറസിൽ കൊല്ലപ്പെട്ടതായിട്ട് ഇവര് കണ്ടു. നല്ലൊരു സ്റ്റോറി ആണല്ലേ. നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ഇംഗ്ലണ്ടില് പണ്ട് നടന്ന ഒരു ക്രൈം സ്റ്റോറിയാണ്, ത്രില്ലിംഗ് സ്റ്റോറി, ഒരു അല്ലെ ഒരു ത്രില്ലിംഗ് സ്റ്റോറി ആയിരുന്നു ഇത്. അപ്പം ഇനി നമുക്ക് ഇത്രയും ഇന്ന് ഈ ചാപ്റ്റർ മനസ്സിലായോ, ഈ കഥ സ്റ്റോറി എല്ലാവർക്കും മനസ്സിലായോ, ഈ സ്റ്റോറി എല്ലാവർക്കും മനസ്സിലായോ, നല്ലൊരു സ്റ്റോറി അല്ലായിരുന്നോ അല്ലേ, ഒരു നമുക്കൊരു ക്രൈം സ്റ്റോറി, ഒരു ത്രില്ലിംഗ് സ്റ്റോറിയാണ് അല്ലേ. ഓരോരുത്തർ കൊല്ലപ്പെടും, നമുക്കും എന്താണ് ആരാ കൊല്ലുന്നൊക്കെ അറിയുന്ന ആവേശം കൂടി അല്ലേ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ എൻഡ് ഓഫ് ദ ചാപ്റ്റർ എക്സസൈസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. On the third day, how many people were alive? എന്താണ് മൂന്നാമത്തെ ദിവസം എത്ര പേരായിരുന്നു അവിടെ അവശേഷിച്ചത്? ഓപ്ഷൻ എ 4, ബി 5, സി 6 അല്ലേ. തേർഡ് ഡേയിൽ എത്ര ആൾക്കാർ അവശേഷിച്ചു എന്നാണ് നമ്മൾ പറഞ്ഞത്? 4 അല്ലേ. ബാക്കി 4 പേരായിരുന്നു അവിടെ അവശേഷിച്ചത്. ആരൊക്കെയായിരുന്നു? വേറ, എലിസബത്ത് ക്ലേറ്റോൺ, പിന്നെ വില്യം ഹെൻറി ബ്ലോർ, പിന്നെ ഡോക്ടർ എഡ്വാർഡ് ജോർജ് ആംസ്ട്രോങ്, ഫിലിപ്പ് ലോമർ. ബാക്കി 4 പേര് അവരെ അവശേഷിച്ചു. അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താ? ഓൺ ദ തേർഡ് ഡേ ഹൗ മെനി പീപ്പിൾ വേർ അലൈവ്? ആൻസർ എത്ര? ഓപ്ഷൻ എ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വൈ വേർ ദ പീപ്പിൾ ഇൻവൈറ്റഡ് ബൈ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഓവൻ? എന്തിനാണ് നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഓവൻ ഈ ആൾക്കാരെ അങ്ങോട്ട് ക്ഷണിച്ചു വരുന്നത്? എന്തിനായിരുന്നു അവരുടെ വീട്ടിലേക്ക്? ഓപ്ഷൻ എ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട്. യാത്രയ്ക്ക് വേണ്ടിയിട്ടാണോ വിളിച്ചത്? ഓപ്ഷൻ ബി ടു പണിഷ് ദം ഫോർ ദെയർ ക്രൈംസ്. അവർ ചെയ്ത കുറ്റത്തിന് അവരെ പണിഷ് ചെയ്യാൻ. ഓപ്ഷൻ സി ഫോർ ട്രക്കിംഗ് ഇൻ ദ വൈൽഡ്. ഒരു എന്താണ് ട്രക്കിങ്ങിനായിട്ട്, കാട്ടിൽ ട്രക്കിങ്ങിനായിട്ടാണ് അവർ വിളിച്ചു വരുത്തിയത്. നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ ബി ടു പണിഷ് ദം ഫോർ ദെയർ ക്രൈംസ് അല്ലേ. അവർ ചെയ്ത കുറ്റത്തിന് അവരെ പണിഷ് ചെയ്യാനായിട്ടാണ് നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഓവൻ അവരെ ഐലൻഡിലേക്ക് ക്ഷണിച്ചു വരുത്തിയത്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാ? To punish them for their crimes. Option B. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കേ. What was Vera guilty of? അല്ലേ, വേറെ ചെയ്ത കുറ്റം അല്ലേ എന്തായിരുന്നു? വേറെ എന്ത് കുറ്റമാണ് ചെയ്തത് അല്ലേ? എന്തുവായിരുന്നു ചെയ്തത്? സ്റ്റീലിംഗ് മണി ഫ്രം ഹെർ എംപ്ലോയർ. അവരുടെ എന്താണ് തൊഴിലുടമയിൽ നിന്ന് പൈസ മോഷിച്ചു, അതിനായിരുന്നോ? ഡ്രോയിങ് ദ ചൈൽഡ് ഹു വാസ് അണ്ടർ ഹെർ കെയർ അല്ലേ, അവരുടെ സംരക്ഷണത്തിലായിരുന്ന കുട്ടിയെ അല്ലേ മുങ്ങി മരിച്ചു, അതിനായിരുന്നോ? സ്ലീപ്പിംഗ് ഓൺ ഡ്യൂട്ടി, ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ഉറങ്ങിയ കുറ്റത്തിനായിരുന്നു. ഇതിനായിരുന്നു? ഓപ്ഷൻ ബി ഡ്രോയിങ് ദ ചൈൽഡ് ഹു വാസ് അണ്ടർ ഹെർ കെയർ. നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ഡ്രോയിങ് ദ ചൈൽഡ് ഹു വാസ് അണ്ടർ കെയർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഹു ഡിഡ് ബ്ലോർ അക്യൂസ് ആസ് ദ കില്ലർ അല്ലേ. ബ്ലോർ ആരോപിച്ചത് ആരാ കൊലയാളി എന്നാണ് നമ്മൾ ബ്ലോർ ആരോപിച്ചത്. ഇപ്പൊ നമ്മൾ പഠിച്ചത് ബ്ലോർ പറഞ്ഞു, എനിക്ക് തോന്നുന്നു ആരാണ് കൊലയാളി എന്ന്. ലോംബാർഡ് അല്ലേ. ഓപ്ഷൻ ഏതൊക്കെയുണ്ട്? എ ലോംബാർഡ്, ബി വേര, സി ഡോക്ടർ ആംസ്ട്രോങ്. നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ എ ലോംബാർഡ്. ബ്ലോർ പറയുന്നതിൽ എനിക്ക് തോന്നുന്നു ലോംബാർഡാണ് കൊലയാളി എന്ന് അല്ലേ. അത് നമ്മളിപ്പോ പഠിച്ചില്ലല്ലോ. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ലോംബാർഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ.
Why couldn't the guest move out of the island and call for help? എന്താണ്, എന്തുകൊണ്ടാണ് അതിഥികൾക്ക് ആ ദ്വീപിൽ നിന്ന് മാറി അല്ലേ ആരെയും സഹായത്തിന് വിളിക്കാനൊന്നും പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഓപ്ഷൻ എ, they were tied up and locked up. അവരെ പൂട്ടിയിട്ടേക്കുമായിരുന്നോ? ഓപ്ഷൻ ബി, the island was under a storm and they were stranded on the island. എന്താണ്, ഒരു കൊടുങ്കാറ്റ് ദ്വീപിന് ചുറ്റും വീശിയില്ലേ, അത് നമ്മൾ പഠിച്ചു. Boats could not be taken out in the sea as it was unsafe. ബോട്ട് കടലിൽ ഇറക്കുന്നത് സുരക്ഷിതമല്ലാത്തത് കൊണ്ടാണോ അവർക്ക് രക്ഷപ്പെടാൻ പറ്റാനുള്ളത്? ഏതാണ് നമ്മുടെ ആൻസർ? ഓപ്ഷൻ ബി ആണല്ലേ. The island was under a storm and they were stranded on the island. അവർക്ക് ആ ഐലൻഡിന് ചുറ്റും കൊടുങ്കാറ്റ് ഇങ്ങനെ വീശി അടിച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ് അവർക്ക് ആ ഐലൻഡിൽ നിന്ന് പുറത്തു പോകാൻ കഴിയാതിരുന്നതും ആരെയും സഹായത്തിന് വിളിക്കാൻ പറ്റാതിരുന്നതും. നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ ബി. The island was under a storm and they were stranded on the island. അപ്പൊ നമ്മള് എന്തോ പഠിച്ചോണ്ടിരിക്കുന്നത്, നമ്മൾ ആ ഒരു നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ട് അതിനുള്ള ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? On the third day how many people were alive? അല്ലേ, മൂന്നാമത്തെ ദിവസം എത്ര ആളുകളാണ് അവശേഷിച്ചു ബാക്കി? ഓപ്ഷൻ എ 4. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, why were the people invited by Mr. and Mrs. Owen? അല്ലേ, Mr. and Mrs. Owen ആ ആളുകളെ എന്തിനാണ് ദ്വീപിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്? ഓപ്ഷൻ ബി, to punish them for their crimes. അവരുടെ കുറ്റത്തിന് അവരെ ശിക്ഷിക്കാൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, what was Vera guilty of? അപ്പോൾ വേറയ്ക്ക് ഇങ്ങനെ ഗിൽറ്റ് ചെയ്യാൻ കാരണം എന്താണ്? drowning the child who was under care. അല്ലേ, അവരുടെ സംരക്ഷണയിലാണ് കുട്ടി മരിച്ചു. who did blow accused as the killer? അല്ലേ, ബ്ലോർ പറയുന്നത് ആരാ കില്ലർ എന്നാ? ഓപ്ഷൻ എ, ലോംബാർഡ്. Fifth question, why couldn't the guest move out of the island and call for help? അല്ലേ, എന്താണ് ആളുകൾക്ക് ദ്വീപിൽ നിന്ന് പുറത്തു പോയി ആരെ സഹായത്തിന് വിളിക്കാൻ പറ്റില്ല? എന്താണ് കാരണം? The island was under a storm and they were stranded on the island. ഐലൻഡിന് ചുറ്റും എന്താണ് കൊടുങ്കാറ്റ് ഇങ്ങനെ ആഞ്ഞ് വീശിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ ബ്രീഫ്. എടുത്തേ, ക്വസ്റ്റ്യൻ കണ്ടോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ, വാട്ട് ക്രൈം വാസ് ഫോർമർ ഇൻസ്പെക്ടർ ബ്ലോർ അക്യൂസ്ഡ് ഓഫ്? അല്ലേ, എന്ത് കുറ്റമായിരുന്നു നമ്മുടെ ഫോർമർ ഇൻസ്പെക്ടർ ബ്ലോർ ചെയ്തത്? എന്ത് കുറ്റമായിരുന്നു? എന്താണ്? ഇൻസ്പെക്ടർ ബ്ലോർ വാസ് അക്യൂസ്ഡ് ഓഫ് Inspector Bloor was accused of perjury. He had given false witness in the trial. ഇല്ലേ, അദ്ദേഹത്തിന്റെ ജോലിയിൽ എന്താണ് സ്ഥാനക്കയറ്റം കിട്ടാനായിട്ട് അദ്ദേഹം എന്താ കള്ളസാക്ഷി പറഞ്ഞു. ആ കുറ്റമാണ് നമ്മുടെ ഇൻസ്പെക്ടർ ബ്ലോർ ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ, which line in the text shows that Philip Lombard was not a good person? എന്താണ്, നമ്മുടെ ഫിലിപ്പ് ലോംബാർഡ് ഒരു നല്ല ആളല്ല എന്ന് കാണിക്കുന്നതിനുള്ള ടെക്സ്റ്റിൽ ലൈൻ കിടപ്പുണ്ട്. അത് ഏത് ലൈനാണെന്ന് വെച്ചാൽ ഫിലിപ്പ് ലോംബാർഡ് ഒരു നല്ല മനുഷ്യനല്ല എന്ന് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന വരികൾ ഏതാണ് നമ്മുടെ ടെക്സ്റ്റിൽ നമ്മൾ കണ്ടുപിടിക്കണം. ഏത് വരികളായിരിക്കും നോക്കിക്കേ. ഇത് ലൈൻ, he was used to such thrills having committed many crimes before. എന്താണ്, അദ്ദേഹത്തിന് ഇങ്ങനെ അല്ലേ അദ്ദേഹം ത്രില്ലിംഗ് കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഭയങ്കര ആവേശഭരിതനായിരുന്നു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഒരുപാട് ക്രൈംസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വരികളാണ് ഈ ഫിലിപ്പ് ലോംബാർഡ് നല്ലൊരാളല്ല എന്ന് കാണിക്കുന്നത്. ഏതാണ് വരികൾ? he was used to such thrills having committed many crimes before. ഇത്ര കാര്യം ക്ലിയർ ആയില്ലേ? ഇനി അതില് വൊക്കാബുലറി നോക്കിക്കേ. അത് നമ്മള് ഫ്രേസ് എന്താന്ന് നോക്കുകയാണ്. നോക്കിക്കേ, എന്താണ് ഫ്രേസ്? നോക്കാം. A group of words without a subject or verb is called a phrase. അപ്പോൾ എന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്? ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് അല്ലേ, വാക്കുകളാണ്. അതിൽ എന്താണ്, അതിലൊരു സബ്ജക്റ്റ് കാണില്ല, ഒരു വെർബും കാണില്ല. വിത്തൗട്ട് സബ്ജക്റ്റ് ഓർ വെർബ്, അങ്ങനെ വെർബും സബ്ജക്റ്റും ഒന്നും ഇല്ലാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ ഫ്രേസ് എന്ന് വിളിക്കുന്നത് അല്ലേ, വാചകം അല്ലെങ്കിൽ വാക്യം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിത്തൗട്ട് എ സബ്ജക്റ്റ് ഓർ വെർബ് ഈസ് കാൾഡ് എ ഫ്രേസ്. എന്താണ്, ഒരു സബ്ജക്റ്റോ ഒരു വെർബും ഒന്നും ഇല്ലാത്ത, വിത്തൗട്ട് ആണ് ഇല്ലേ, ഇല്ലാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ ഫ്രേസ് എന്ന് വിളിക്കുന്നത്. A phrase on its own does not convey complete thought. ഇല്ലേ, ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ചിന്ത അല്ലേ സ്വന്തമായിട്ട് അത് നമുക്കത് കാണിച്ചു തരാൻ കൺവേ ചെയ്യാൻ ഈ ഫ്രേസിന് സാധിക്കുന്നില്ല. അപ്പൊ എന്താണ് ഫ്രേസ്? എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിത്തൗട്ട് എ സബ്ജക്റ്റ് ഓർ വെർബ് ഈസ് കാൾഡ് ഫ്രേസ്. എന്താണ്, ഒരു സബ്ജക്റ്റോ അല്ലെങ്കിൽ ഒരു വെർബോ ഇല്ലാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ ഫ്രേസ് എന്ന് വിളിക്കുന്നത്.
നോക്കിക്കേ, സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, ഇല്ലേ, സൂര്യൻ കിഴക്കുദിക്കുന്നു. ഇൻ ദ എബോവ് എക്സാമ്പിൾ ദ വേർഡ്സ് ഇൻ ദ ഈസ്റ്റ് ഫോം എ ഫ്രേസ്. ഇപ്പം നമ്മൾ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഏതാണ് ഫ്രേസ് എന്ന് പറഞ്ഞാൽ ഇൻ ദ ഈസ്റ്റ്, അതാണ് അവിടുത്തെ ഫ്രേസ് എന്ന് പറയുന്നത്. അപ്പം ഇൻ ദ ഈസ്റ്റ് ഫോം എ ഫ്രേസ്, അപ്പൊ ആ വേർഡ്സിൽ ഇൻ ദ ഈസ്റ്റ് ആണ് ഒരു ഫ്രേസ് ഫോം ചെയ്യുന്നത്. അടുത്ത് നോക്കിക്കേ, പിക്ക് ഔട്ട് ഫ്രേസസ് ഇൻ ദ സെന്റൻസ് ബിലോ. താഴെ നമുക്ക് കുറച്ചൊരു 8 സെന്റൻസ് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് എന്താ ഫ്രേസ് എന്ന് നമ്മൾ പറയണം. ടീച്ചർ ചോദിക്കാൻ നിങ്ങൾ പറയണം കേട്ടോ. നോക്കിക്കേ, രമ പ്ലേസ് ദ ഗിറ്റാർ വെരി വെൽ. അപ്പൊ അതിൽ ഏതാണ് ഫ്രേസ് എന്ന് പറയുന്നത്? ദ ഗിറ്റാർ വെരി വെൽ. അടയാളപ്പെടുത്തിയോ ആ സെന്റൻസ്? നോക്കേ, ദ ലയൺ ഈസ് ദ കിങ് ഓഫ് ദ ജംഗിൾ. അത് ഏതാണ് ഫ്രേസ്? ദ കിങ് ഓഫ് ദ ജംഗിൾ. അപ്പൊ ആ ഒരു സെന്റൻസിൽ ദ ലയൺ ഈസ് ദ കിങ് ഓഫ് ദ ജംഗിൾ എന്ന് പറയുന്നതിൽ ദ കിങ് ഓഫ് ദ ജംഗിൾ മാത്രമാണ് ഫ്രേസ് എന്ന് പറയുന്നത്. എന്താണ്? ഒരു വെർബോ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റോ ഇല്ലാത്ത ഒരു വേർഡ്സ്, ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനാണ് നമ്മൾ ഫ്രേസ് എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തെ സെന്റൻസ് നോക്കേ, ലാസ്റ്റ് ഈവനിങ് ഐ സാ ആൻ എലിഫന്റ് പാസിംഗ് ബൈ മൈ ഹൗസ്. അതിൽ ഏതാണ് ഫ്രേസ്? ലാസ്റ്റ് ഈവനിങ്. അത് വരച്ചിട്ടാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്യുക. വി ഗെറ്റ് ഷുഗർ ഫ്രം ഷുഗർ കെയിൻ, ഇല്ലേ, ഷുഗർ കെയിൻ. അതിൽ ആ ഒരു സെന്റൻസിൽ ഏതാണ് ഫ്രേസ്? ഫ്രം ഷുഗർ കെയിൻ. ഫിഫ്ത്ത് സെന്റൻസ് നോക്കേ, പൊട്ടറ്റോസ് ആർ എ ഗുഡ് സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. അത് ഏതാണ് ഫ്രേസ്? എ ഗുഡ് സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. അത്രയും ഭാഗം മാത്രമേ ഉള്ളൂ ഫ്രേസ് ആയിട്ട് വരുന്നത്. ഏതാ? എ ഗുഡ് സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. ഐ അറ്റൻഡഡ് ദ പെയിന്റിംഗ് ക്ലാസ് ഇൻ ദ ഈവനിങ്. അതിൽ ഏതാണ് ഫ്രേസ് ആയിട്ട് വരുന്നത്? ദ പെയിന്റിംഗ് ക്ലാസ് ഇൻ ദ ഈവനിങ്. ആ ഒരു ഭാഗം മാത്രമേ എന്താണ് ഫ്രേസ് ആയിട്ട് വരുന്നുള്ളൂ. ഏതാണ്? ദ പെയിന്റിംഗ് ക്ലാസ് ഇൻ ദ ഈവനിങ്. മനസ്സിലായോ? ഇത് വരയ്ക്കുന്നുണ്ടോ? അത് നോക്കിക്കേ, he missed the concert for the first time in all these years. ആ ഒരു സെന്റൻസിൽ എവിടെ മുതലാണ് ഫ്രേസ് തുടങ്ങുന്നത്? നോക്കിക്കേ, for the first time in all these years. എട്ടാമത്തെ സെന്റൻസ് നോക്കേ, they subscribed for the magazine last weekend. അല്ലെ, ഏത് ഭാഗം ഫ്രേസ്? the magazine last weekend. അപ്പൊ നമ്മൾ ആദ്യം രമ പ്ലേസ് ദ ഗിറ്റാർ വെരി വെൽ പറഞ്ഞു. അങ്ങനെ 8 സെന്റൻസ് പറഞ്ഞു. അല്ല, ഫസ്റ്റ് സെന്റൻസിലെ ഫ്രേസ് ഏതാ? ദ ഗിറ്റാർ വെരി വെൽ. സെക്കൻഡ് സെന്റൻസിലെ ഫ്രേസ് ഏതായിരുന്നു? ദ കിങ് ഓഫ് ദ ജംഗിൾ. അടുത്ത നോക്കിക്കേ, മൂന്നാമത്തെ സെന്റൻസിൽ ലാസ്റ്റ് ഈവനിങ്. നാലാമത്തെ സെന്റൻസിൽ ഏതായിരുന്നു? ഫ്രം ഷുഗർ കെയിൻ. അഞ്ചാമത്തെ സെന്റൻസിലെ ഫ്രേസ് ഏതായിരുന്നു? എ ഗുഡ് സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. ആറാമത്തെ സെന്റൻസിലെയോ? ദ പെയിന്റിംഗ് ക്ലാസ് ഇൻ ദ ഈവനിങ്. സെവൻത് സെന്റൻസ് നോക്കേ, ഹി മിസ്ഡ് ദ കൺസേർട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഓൾ ദീസ് ഇയേഴ്സ്. അതിൽ ഏതാണ്? ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഓൾ ദീസ് ഇയേഴ്സ്. എട്ടാമത്തെ സെന്റൻസ്, ദേ സബ്സ്ക്രൈബ്ഡ് ഫോർ ദ മാഗസിൻ ലാസ്റ്റ് വീക്ക്. ആ ഒരു ഭാഗമാണ് ഫ്രേസ് ആയിട്ട് വരുന്നത്. ഫ്രേസ് മനസ്സിലായി? എന്തോ ഫ്രേസ് എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിത്തൗട്ട് സബ്ജക്ട് ഓർ വെർബ് ഈസ് കാൾഡ് എ ഫ്രേസ്. വെർബോ സബ്ജക്റ്റോ ഒന്നും വരാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ ഫ്രേസ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ നമുക്ക് ഇത്രയും? അടുത്ത 39, പേജ് നമ്പർ 39 എടുത്തേ. 39 എടുത്തോ? അതിൻ്റെ അകത്ത് കണ്ടോ ആഡ് വേർബ്സ്. നമുക്കിനി ആഡ്വേർബ്സ് എന്താണെന്ന് നോക്കാം. ശ്രദ്ധിച്ചേ, ആഡ്വേർബ്സ് ആർ എ പാർട്ട് ഓഫ് എ സെന്റൻസ്. ഇല്ലേ, ഒരു സെന്റൻസിന്റെ ഭാഗമാണ് ആഡ്വേർബ്സ് അല്ലെങ്കിൽ ക്രിയാവിശേഷണം എന്ന് പറയുന്നത്. ജസ്റ്റ് ആസ് adjectives qualify a noun, adverbs modify verbs, adjectives and other adverbs. അപ്പോൾ എന്താണ്? നമുക്കറിയാം, നൗണിനെ ക്വാളിഫൈ ചെയ്യാനാണ് നമ്മൾ adjectives യൂസ് ചെയ്യണം. അതുപോലെ നമ്മുടെ വെർബ്സിനെ ആയാലും ആഡ്വേർബ്സിനെ ആയാലും എന്താണ് adjectivesനെ എല്ലാം മോഡിഫൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് ആഡ്വേർബ്സ് അല്ലെങ്കിൽ ഒരു ക്രിയയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വേർഡ്സ് ക്രിയാവിശേഷണം അല്ലെങ്കിൽ ആഡ്വേർബ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താ ആഡ്വേർബ്സ്? ആഡ്വേർബ്സ് ആർ എ പാർട്ട് ഓഫ് എ സെന്റൻസ്. ഒരു സെന്റൻസിന്റെ ഭാഗമാണ് ആഡ്വേർബ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താ ചെയ്യുന്നത്?
adverbs modify verbs, adjectives and other adverbs. ഇല്ലേ, ഒരു വെർബിനെയോ ഒരു ക്രിയയോ അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവ്സിനെയോ അല്ലെങ്കിൽ adverbsനെ എല്ലാം മോഡിഫൈ ചെയ്യാനാണ് നമ്മൾ adverbs യൂസ് ചെയ്യുന്നത്. adverbs എന്ന് വെച്ചാൽ എന്താണ്? ക്രിയാവിശേഷണം. അല്ലെ, ഒരു ക്രിയയെ വിശേഷിപ്പിക്കുന്നതാണ് നമ്മുടെ ക്രിയാവിശേഷണം അല്ലെങ്കിൽ adverbs എന്ന് വിളിക്കുന്നത്. They tell us more about how, when, where, why, how much or in what way an action is taking place. എന്താണ് പറയുന്നത്? എങ്ങനെ, എപ്പോൾ, എവിടെ, ഇല്ലേ, ഒരു പ്രവർത്തനം എപ്പോൾ നടക്കുന്നു, എങ്ങനെ നടക്കുന്നു എന്നൊക്കെയുള്ളത് കാണിച്ചു തരുന്നതാണ് നമ്മുടെ adverbs എന്ന് പറയുന്നത്. അതാണ് നമ്മളോട് adverbs പറയുന്നത്. നോക്കിക്കേ, some common adverbs are hardly, yearly, never, today, tomorrow, upstairs, outside. പിന്നെന്താണ്? Angrily, always, sometimes, little. ഇതൊക്കെ എന്താണ്? കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന adverbs ആണ്. ഇപ്പോൾ ടീച്ചർ പറയാം ഏതൊക്കെയുണ്ട്? ഹാപ്പിലി, ഇയർലി, നെവർ, ടുഡേ, ടുമോറോ, അപ്സ്റ്റെയർസ്, ഔട്ട്സൈഡ്, പിന്നെന്താണ്? ആർഗർലി, ആൾവേസ്, സംടൈംസ്, ലിറ്റിൽ. ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന adverbs എന്ന് പറയുന്നത്. അത് നെക്സ്റ്റ് നോക്കിക്കേ, read the examples given below to see how adverbs are used in a sentence. ഒരു സെന്റൻസിൽ adverbs എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കേ, ഫസ്റ്റ് സെന്റൻസ്, രേണു ഡാൻസ്ഡ് ബ്യൂട്ടിഫുള്ളി. ഇപ്പൊ എന്താണ്? രേണു ഡാൻസ് ചെയ്തു. എങ്ങനെ ഡാൻസ് ചെയ്തു? ബ്യൂട്ടിഫുള്ളി, അല്ലേ, മനോഹരമായിട്ട് നൃത്തം ചെയ്തു. അപ്പൊ ആ നൃത്തം എന്ന് പറഞ്ഞാൽ ഒരു ക്രിയയാണ്, അല്ലേ, ഒരു വെർബാണ്. അപ്പൊ വെർബിനെ നമ്മൾ എന്ത് ചെയ്തു? കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് പറഞ്ഞു, അല്ലേ, ഡാൻസ്ഡ് ബ്യൂട്ടിഫുള്ളി. ഇപ്പൊ ഡാൻസ് എന്ന് പറയുന്നത്, നൃത്തം എന്ന് പറയുന്നത്, നൃത്തം ചെയ്തു എന്ന് പറഞ്ഞതിനെ നമ്മൾ എന്ത് ചെയ്തു? കുറച്ചുകൂടെ മോഡിഫൈ ആയിട്ട് പറഞ്ഞു, അല്ലേ, മോഡിഫൈ ചെയ്ത് പറഞ്ഞു, മനോഹരമായിട്ട് നൃത്തം ചെയ്തു രേണു. അപ്പൊ എന്താണ്? ഒരു ക്രിയയെ നമ്മൾ എന്ത് ചെയ്തു? വിശേഷിപ്പിക്കാൻ, അല്ലേ, കൂടുതൽ ഒന്നുകൂടെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ adverbs ചേർത്തു. അപ്പൊ ഡാൻസ് എന്ന് പറയുന്നതിനെ കൂടെ നമ്മൾ ബ്യൂട്ടിഫുള്ളി ചേർത്തു. അതാണ് ഇതിന്റെ ക്രിയാവിശേഷണം adverbs എന്ന് പറയുന്നത്, അല്ലേ. എന്താണ്? ഒരു വെർബിന്റെ കൂടെയൊക്കെ നമ്മൾ ചേർക്കുന്നു. ആ ഒരു ക്രിയ കൂടുതൽ മോഡിഫൈ ചെയ്യാൻ, ക്രിയയെ വിശേഷിപ്പിക്കണം. അപ്പൊ രേണു ഡാൻസ്ഡ് ബ്യൂട്ടിഫുള്ളി എന്ന് പറഞ്ഞാല് രേണു നൃത്തം ചെയ്തു. എങ്ങനെ നൃത്തം ചെയ്തു? ബ്യൂട്ടിഫുള്ളി, മനോഹരമായിട്ട് നൃത്തം ചെയ്തു. അപ്പൊ മനോഹരമായിട്ട് എന്ന് പറയുന്ന വേർഡ് എന്താ? ബ്യൂട്ടിഫുള്ളി എന്ന് പറഞ്ഞ വേർഡാണ് ഇവിടെ എന്തായിട്ട് വന്നത്? adverb ആയിട്ട് വന്നത്. സെക്കൻഡ് സെന്റൻസ് നോക്കേ, ദ ചീത റൺസ് വെരി ഫാസ്റ്റ്. അല്ലേ, ചീറ്റപ്പുലി എങ്ങനെ ഓടുന്നത്? ചീറ്റപ്പുലി ഓടുന്നു. എങ്ങനെ ഓടുന്നു? വെരി ഫാസ്റ്റ്. ഇപ്പൊ ഓടുന്നു. റൺ എന്ന് പറയുന്ന ആ ഒരു ക്രിയയുടെ കൂടെ നമ്മൾ എന്തും കൂടെ ആഡ് ചെയ്തു? വെരി ഫാസ്റ്റ് എന്ന് പറയുന്ന adverb കൂടി ആഡ് ചെയ്തു. എന്താണ് adverb? ആ ഒരു ഓടുന്നു എന്ന് പറയുന്ന ക്രിയയെ നമ്മൾ കൂടുതൽ എന്താണ് ഒന്നും കൂടെ മോഡിഫൈ ചെയ്ത്. എങ്ങനെ ഓടുന്നു? വെരി ഫാസ്റ്റ്, അല്ലേ, വളരെ വേഗത്തിൽ ഓടുന്നു എന്നും കൂടെ കൂട്ടിച്ചേർന്നു. അപ്പൊ ക്രിയാവിശേഷണം എങ്ങനെ ചെയ്യുന്നത് മനസ്സിലായല്ലോ? എങ്ങനെ ചേർക്കുന്നതെന്ന് മനസ്സിലായി. നമ്മളൊരു ക്രിയ റൺ എന്ന് പറയുന്നതിന്റെ കൂട്ടത്തില് ആ റൺ എന്ന് പറയുന്ന ക്രിയയെ നമ്മൾ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തു. എങ്ങനെ റൺ ചെയ്തു? വെരി ഫാസ്റ്റ്. അപ്പൊ വെരി ഫാസ്റ്റ് ആണ് ഇവിടെ എന്തെന്ന് പറയുന്നത്? adverb ആയിട്ട് നമ്മൾ പറയുന്നത്. അടുത്ത സെന്റൻസ് നോക്കേ, ഐ ഹാവ് എ ഫ്ലൈറ്റ് മുംബൈ ടുമോറോ. അല്ലെ, എനിക്ക് നാളെ മുംബൈയിലേക്ക് ഒരു ഫ്ലൈറ്റ് ഉണ്ട്. അപ്പൊ എനിക്ക് നാളെ ഒരു ഫ്ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോരെ? അപ്പൊ നമ്മൾ എനിക്ക് മുംബൈയിലേക്ക് ഒരു ഫ്ലൈറ്റ് ഉണ്ടെന്ന് പറയാം, ഇല്ലേ. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ എന്തുകൂടെ ആഡ് ചെയ്തു? ടുമോറോ എന്ന് പറയുന്ന adverb കൂടി ആഡ് ചെയ്തു. എനിക്ക് നാളെ മുംബൈയിലേക്ക് ഒരു ഫ്ലൈറ്റ് ഉണ്ടെന്ന് ആക്കി. അടുത്ത സെന്റൻസ് നോക്കേ, ദ പപ്പി ഡ്രാങ്ക് ദ മിൽക്ക് കംപ്ലീറ്റ്ലി. ഇല്ലേ, ആ പട്ടിക്കുട്ടി പാല് കുടിച്ചു നമുക്ക് പറയാം. പാല് കംപ്ലീറ്റ്ലി, മൊത്തം പാലില്ലേ, പൂർണ്ണമായിട്ടും പാല് കുടിച്ചു എന്ന് നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ടാണ് കംപ്ലീറ്റ്ലി എന്ന് പറയുന്ന adverb കൂടി ആഡ് ചെയ്ത സെന്റൻസിനെ ഒന്നും കൂടി, അല്ലെങ്കിൽ ആ ക്രിയയെ കുടിച്ചു എന്ന് പറയുന്ന ക്രിയ നമ്മൾ ഒന്നും കൂടി മോഡിഫൈ ചെയ്തു. ഐ റെയർലി ഗോ ടു സ്കൂൾ ബൈ ബസ്. ഞാൻ എന്താണ്? അപൂർവമായി മാത്രമേ ബസ്സിൽ സ്കൂളിൽ പോകത്തുള്ളൂ. അതാണ്. അപ്പം റെയർലി, അപൂർവമായിട്ടുള്ള adverb കൂടി, റെയർലി എന്ന് പറഞ്ഞ adverb കൂടി നമ്മൾ ആ സെന്റൻസിൽ ആഡ് ചെയ്തിട്ട് ആ ക്രിയയെ നമ്മൾ എന്തായത്? കൂടുതൽ മോഡിഫൈ ചെയ്തു. ഇപ്പൊ എന്താണ്? ഒരു സെന്റൻസിനെ ഒരു എന്താണ് ഒരു വെർബിനെ അല്ലെങ്കിൽ അഡ്ജക്റ്റീവ്സിനെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും adverbsനെയൊക്കെ കൂടുതൽ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ adverbs യൂസ് ചെയ്യുന്നത്, അല്ലെ. ഒരു ക്രിയയെ നമ്മൾ എന്ത് ചെയ്യുന്നു? വിശേഷിപ്പിക്കാൻ. ഇപ്പം ഡാൻസ് ബ്യൂട്ടിഫുള്ളി, ആ ഡാൻസ് എന്ന് പറഞ്ഞ ക്രിയയെ നമ്മൾ ഒന്നുകൂടി മോഡിഫൈ ചെയ്തു. അതിന്റെ കൂടെ ഒരു വിശേഷണം കൂടി നമ്മൾ ചേർത്തു. ബ്യൂട്ടിഫുള്ളി, മനോഹരമായിട്ട് നൃത്തം ചെയ്തു. അപ്പൊ എന്താണ് adverbs? adverbs are a part of a sentence. ഇല്ലേ, ഒരു സെന്റൻസിന്റെ ഒരു ഭാഗം തന്നെയാണ് adverbs എന്ന് പറയുന്നത്. adverbs modify verb, adjectives and other adverbs. അപ്പോൾ adverbsൽ കോമൺ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് adverbs നമ്മൾ പറഞ്ഞു. ഹാപ്പി, അല്ലേ, early, never, today, tomorrow, അങ്ങനെ തുടങ്ങിയ കുറേ വേർഡ്സ് നമ്മൾ കോമൺ ആയിട്ട് adverbs ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്.
അതിന്റെ താഴെ കിടക്കുന്ന സർക്കിൾ ദ ആഡ്വേർബ്സ് ഇൻ ദ സെന്റൻസ് ഗിവൺ ബിലോ. അതില് ആ ഒരു അത് ഹോംവർക്ക് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ആഡ്വേർബ്സ് ഓഫ് യുവർ ചോയ്സ്. അപ്പൊ നമുക്ക് ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് യോജിക്കുന്ന നിങ്ങൾക്ക് ഏത് ആഡ്വേർബ്സ് ആണ് അവിടെ വരാമെന്ന് തോന്നുന്നത് അത് എഴുതി ടീച്ചറിന് ഹോംവർക്ക് ആയിട്ട് അയച്ചു തരണം. പിന്നെ നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ആൻ ദെൻ വേർ വേർ നൺ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് സ്റ്റഡി ചെയ്തു. അതിനകത്ത് എത്ര ന്യൂ വേർഡ്സ് പഠിച്ചു? ഏതൊക്കെ പഠിച്ചു? ഇൻകോൺസ്പീഷ്യസ് ഇല്ലേ, ന്യൂ വേർഡ് നമ്മൾ സ്റ്റഡി ചെയ്തു. പിന്നെ ഏതായിരുന്നു? ഹ്യൂമങ്കസ്, എവേഡഡ്, ഇൻക്വയറി, ബെറ്റർ ജഡ്ജ്മെന്റ്, പിന്നെ ഏതാണ്? ലൂർ. പിന്നെ നമ്മൾ ഇന്ന് സ്റ്റഡി ചെയ്ത സ്പെക്കുലേറ്റിംഗ് ആംഡ്. അപ്പൊ ഇത്രയും ന്യൂ വേർഡ് നമ്മൾ സ്റ്റഡി ചെയ്തു. പിന്നെ നമ്മൾ 2 ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു ഇല്ലേ. പിന്നെ ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ അത് നമ്മൾ സ്റ്റഡി ചെയ്തു. പിന്നെ വൊക്കാബുലറിയിൽ നമ്മൾ എന്താണ് പഠിച്ചത്? എന്താണ് ഫ്രേസ് എന്ന് സ്റ്റഡി ചെയ്തു, എന്താണ് ആഡ്വേർബ് എന്ന് സ്റ്റഡി ചെയ്തു. അപ്പൊ ഇത്രയും ഈ ചാപ്റ്ററിന്റെ നോട്ട്സ് ടീച്ചർ വീഡിയോയുടെ ബാക്കിൽ ഉൾപ്പെടുത്തിയേക്കാം. ആ നോട്ട്സ് എഴുതി ടീച്ചറിന് അയച്ചു തരണം, വോയിസ് മെസ്സേജ് അയച്ചു തരണം. അതുപോലെ തന്നെ ഈ 2 ഹോംവർക്ക് ചെയ്തിട്ട് ടീച്ചറിന് അയക്കാം. ഈ ഇന്ന് പഠിച്ച എല്ലാവർക്കും മനസ്സിലായോ ഈ ഒരു ചാപ്റ്റർ? ഓക്കെ. നമുക്ക് കുറച്ച് GK സ്റ്റഡി ചെയ്താലോ? ടെക്സ്റ്റ് നോട്ട്ബുക്ക് ഒക്കെ എടുത്തോല്ലാരും. GK ടെക്സ്റ്റിലെ പേജ് നമ്പർ 21 ഒന്ന് എടുത്തേ. അതിനകത്ത് ക്യൂസ് കണ്ടോ? ക്യൂസ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ? ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസിൽ ഒരു 10 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് നമുക്ക് അതൊന്ന് സ്റ്റഡി ചെയ്യാം. നോക്കിക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സിറ്റി സ്റ്റാർട്ടഡ് ദ ഫസ്റ്റ് ഓൾ വുമൺ 2-വീലർ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സർവീസ് ഇൻ ഇന്ത്യ? എന്താണ്? ഇന്ത്യയിലെ എവിടാണ്? ഇന്ത്യയിലെ ആദ്യത്തെ മുഴുവൻ വനിതാ ഇരുചക്ര വാഹന പൊതുഗതാഗത സേവനം. എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ എല്ലാ വനിതകൾക്കും ഇല്ലേ വനിതാ ഇരുചക്ര വാഹന പൊതുഗതാഗത സേവനം ആരംഭിച്ചത് എവിടാണ്? ഇന്ത്യയിൽ ഏത് സിറ്റിയിലാണ്, ഏത് നഗരത്തിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്? ഏതാണ്? ഗുർഖാൻ. എന്താണ്? ഏത് സിറ്റിയിലാണ്? ഗുർഖാൻ. ഗുർഗാൻ എന്ന് പറഞ്ഞ സിറ്റിയിലാണ് ഫസ്റ്റ് എന്താണ് ഓൾ വുമൺ 2-വീലർ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സർവീസ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സിറ്റിയിലാണ് ഗുർഗാൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. വെൻ ഡിഡ് പോർച്ചുഗീസ് കോൺക്വസ്റ്റ് ഓഫ് ഗോവ ഒക്കെ ഇല്ലേ? പോർച്ചുഗീസ് ഗോവ പിടിച്ചടക്കിയത് എപ്പോഴാണ്? എന്നാണ് 1510 AD ഇല്ലേ? AD 1510 പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചടക്കിയത്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കേ. ഹു ഫസ്റ്റ് ട്രാൻസ്ലേറ്റഡ് ഭഗവത്ഗീത ടു ഇംഗ്ലീഷ്? ഇംഗ്ലീഷിലോട്ട് നമ്മുടെ ഭഗവത്ഗീത ആദ്യമായി ട്രാൻസ്ലേറ്റ് ചെയ്തത് അല്ലേ, വിവർത്തനം ചെയ്തത് ആരാണ്? ആരാന്നറിയാമോ? ആൻസർ ചാൾസ് വിൽക്കിൻസ്. Charles Wilkins. Next question നോക്കേ. Fourth, what is the population density of India as of census 2011? അല്ലേ 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി ജനസാന്ദ്രത എത്രയാണ്? എത്രയായിരിക്കും? നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ സെൻസസിനെ കുറിച്ചൊക്കെ? അപ്പം 2011 സെൻസസ് അനുസരിച്ച് നമ്മുടെ ഇന്ത്യയിലെ അല്ലേ പോപ്പുലേഷൻ ഡെൻസിറ്റി ജനസാന്ദ്രത എത്രയാണ്? എത്രയാണ്? 382 persons per square kilometer. എന്താണ്? എത്രയാണ്? 382 382 അല്ലേ? 382 persons per square kilometer ആണ് 2011 അനുസരിച്ച് നമ്മുടെ ഇന്ത്യയിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഫിഫ്ത് ക്വസ്റ്റ്യൻ നോക്കേ. ഹു ഡിസൈൻഡ് ഇന്ത്യൻ പാർലമെന്റ് ഇൻ ന്യൂഡൽഹി? ന്യൂഡൽഹിയിലുള്ള നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് ആരാണ് ഡിസൈൻ ചെയ്തത്? എഡ്വിൻ ലാൻസിയർ ലുട്യൻസ്. ആരാണ്? എഡ്വിൻ ലാൻസിയർ ലുട്യൻസ്. എന്താണ് നമ്മുടെ ആൻസർ? എഡ്വിൻ
Landseer, Edwin Landseer Lutyens. എഡ്വിൻ ലാൻസിയർ ലുട്യൻസ് ആണ് ആര് നമ്മുടെ ഡൽഹിയിലുള്ള ഇന്ത്യൻ പാർലമെന്റ് എന്ത് ചെയ്തത് ഡിസൈൻ ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നെയിം ദ ഫസ്റ്റ് വുമൺ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. അല്ലെ സുപ്രീം കോർട്ടിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആരാണ്? ആരാണ്? ജസ്റ്റിസ് എം ഫാത്തിമ ബീവി. ആരാണ്? ജസ്റ്റിസ് എം നമ്മുടെ 6th ക്വസ്റ്റ്യൻ എന്താണ്? നെയിം ദ ഫസ്റ്റ് വുമൺ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. അല്ലെ സുപ്രീം കോർട്ടിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആരാണ്? ആരാണ്? ജസ്റ്റിസ് എം ഫാത്തിമ ബീവി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. റിവർ ഗംഗ ഫാൾസ് ഇൻടു വിച്ച് ഓഷ്യൻ? ഇല്ലേ റിവർ ഗംഗ, ഗംഗാ നദി ഏത് സമുദ്രത്തിലാണ് പതിക്കുന്നത്? ആൻസർ ദ ബേ ഓഫ് ബംഗാൾ. ദ ബേ ഓഫ് ബംഗാൾ എവിടാണ്? ബംഗാൾ ഉൾക്കടലില്. അടുത്ത ക്വസ്റ്റ്യൻ 8th ക്വസ്റ്റ്യൻ നോക്കേ. റൈറ്റ് ദ ഇയർ ഇൻ വിച്ച് ദ ബ്രിട്ടീഷ് സെപ്പറേറ്റഡ് ബർമ പ്രൊവിൻസ് ഫ്രം ബ്രിട്ടീഷ് ഇന്ത്യ. അല്ലേ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് നമ്മുടെ ബ്രിട്ടീഷുകാര് ബർമയെ വേർതിരിച്ച വർഷം എത്രയാണ്? 1937. 1937. 9th ക്വസ്റ്റ്യൻ നോക്കേ. അയോധ്യ ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ദ ബാങ്ക് ഓഫ് വിച്ച് റിവർ? അല്ലേ ഏത് നദിയുടെ തീരത്താണ് അയോധ്യ അല്ലേ സ്ഥിതി ചെയ്യുന്നത്? അയോധ്യ സിറ്റുവേറ്റഡ് അറ്റ് ദ ബാങ്ക് ഓഫ് വിച്ച് റിവർ? ഏത് നദിയുടെ തീരത്താണ് അയോധ്യ സ്ഥിതി ചെയ്യുന്നത്? ഏത് നദിയാണ്? സരയൂ റിവർ. നമ്മുടെ ആൻസർ എന്താണ്? സരയൂ റിവർ. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ. ഹു വാസ് ദ ഫസ്റ്റ് ആൻഡ് ഓൺലി വുമൺ റൂളർ ഓഫ് ഡൽഹി? ഇല്ലേ ഡൽഹിയിലെ ഫസ്റ്റ് ആദ്യത്തെയും ആദ്യത്തെ ഏക വനിതാ ഭരണാധികാരി വുമൺ റൂളർ ഓഫ് ഡൽഹി. ഡൽഹിയിലെ ആദ്യത്തെ ഏക വനിതാ ഭരണാധികാരി ആരായിരുന്നു? റസിയ സുൽത്താൻ. ആരാണ്? റസിയ സുൽത്താൻ. നമ്മള് എന്തോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് സിറ്റി സ്റ്റാർട്ടഡ് ദ ഫസ്റ്റ് ഓൾ വുമൺ ടു വീലർ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സർവീസ് ഇൻ ഇന്ത്യയിലെ? ഇന്ത്യയിലെ ആദ്യത്തെ ഓൾ വുമൺ എന്താണ് ടു വീലർ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സർവീസ് സ്റ്റാർട്ട് ചെയ്ത സിറ്റി ഏതാണ്? ഏതായിരുന്നു? ഗുർഗാൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വെൻ ഡിഡ് പോർച്ചുഗീസ് കോൺക്വസ്റ്റ് ഓഫ് ഗോവ ഓക്കർ? അല്ലെ ഗോവയെ പിടിച്ചടക്കിയ പോർച്ചുഗീസുകാര് ഗോവയെ പിടിച്ചടക്കിയ വർഷം ഏതായിരുന്നു? AD 1510. തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹു ഫസ്റ്റ് ട്രാൻസ്ലേറ്റഡ് ഭഗവത്ഗീത ടു ഇംഗ്ലീഷ്? ഇംഗ്ലീഷിലേക്ക് ഭഗവത്ഗീത ആദ്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരായിരുന്നു? ചാൾസ് വിൽക്കിൻസ്. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ദ പോപ്പുലേഷൻ ഡെൻസിറ്റി ഓഫ് ഇന്ത്യ ആസ് ഓഫ് സെൻസസ് 2011? അല്ലേ 2011 അനുസരിച്ച് 11ലെ സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി എത്ര ആയിരുന്നു? 382 person per square kilometer. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഹു ഡിസൈൻ ഇന്ത്യൻ പാർലമെന്റ് ഇൻ ന്യൂഡൽഹി? ഇല്ലേ ന്യൂഡൽഹിയിലുള്ള നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് ആരായിരുന്നു ഡിസൈൻ ചെയ്ത? ആരായിരുന്നു? എഡ്വിൻ ലാൻസി ലുട്യൻസ്. നെയിം ദ ഫസ്റ്റ് വുമൺ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്? സുപ്രീം കോർട്ടിലെ ആദ്യത്തെ വുമൺ ജഡ്ജ് ആരായിരുന്നു? ജസ്റ്റിസ് എം ഫാത്തിമ ബീവി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇല്ലേ റിവർ ഗംഗ ഫാൾസ് ഇൻടു വിച്ച് ഓഷ്യൻ? ഏത് ഓഷ്യനിലാണ് റിവർ ഗംഗ ഫാൾ ചെയ്യുന്നത്? ഏതിലാണ്? ദ ബേ ഓഫ് ബംഗാൾ അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടൽ. റൈറ്റ് ദ ഇയർ ഇൻ വിച്ച് ദ ബ്രിട്ടീഷ് സെപ്പറേറ്റഡ് ബർമ പ്രൊവിൻസ് ഫ്രം ബ്രിട്ടീഷ് ഇന്ത്യ? ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് ബർമ അല്ലേ ബ്രിട്ടീഷുകാർ ബർമയെ സെപ്പറേറ്റ് ചെയ്ത വർഷം ഏതായിരുന്നു? 1937. അയോധ്യ ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ദ ബാങ്ക് ഓഫ് വിച്ച് റിവർ? ഏത് നദിയുടെ തീരത്താണ് അയോധ്യ സ്ഥിതി ചെയ്യുന്നത്? ഏതായിരുന്നു? സരയൂ റിവർ. ഹു വാസ് ദ ഫസ്റ്റ് ആൻഡ് ഓൺലി വുമൺ റൂളർ ഓഫ് ഡൽഹി? ഡൽഹിയിലെ ആദ്യത്തെ ഏക വനിതാ ഭരണാധികാരി ആരായിരുന്നു? റസിയ സുൽത്താൻ. ഓക്കെ ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കിക്കേ. ചാപ്റ്റർ 11 ദ യുണൈറ്റഡ് നേഷൻസ്. നമുക്കിനി അടുത്ത ചാപ്റ്റർ പഠിക്കാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ദ യുണൈറ്റഡ് നേഷൻസ്. യുണൈറ്റഡ് നേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് യുണൈറ്റഡ് നേഷൻ? UN നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് യുണൈറ്റഡ് നേഷൻ? അല്ലേ യുണൈറ്റഡ് നേഷൻ
എന്ന് വെച്ചാൽ ടീച്ചറോട് പറഞ്ഞുതരാം. ഇറ്റ് ഈസ് ദ വേൾഡ് ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് ഫെമിലിയർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. നമ്മുടെ ടെക്സ്റ്റിൽ ഇതില്ല. നമ്മുടെ വേൾഡിൽ മൊത്തത്തിലായിട്ടുള്ള ഒരു ലാർജസ്റ്റ് ആൻഡ് ഫെമിലിയർ ആയിട്ടുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് UN എന്ന് പറയുന്നത്. നേഷൻ എന്ന് പറഞ്ഞാല് എന്താണ് നിങ്ങൾക്ക് അറിയാമോ? ഇറ്റ് ഈസ് ദ വേൾഡ് ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് ഫെമിലിയർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ അല്ലേ. ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു വലിയ ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് UN എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര സമാധാനം നിലനിർത്തുക, അതുപോലെ തന്നെ നേഷൻസ് തമ്മിലൊരു കോപ്പറേഷൻ, ഒരു സഹകരണ രീതിയിൽ മുന്നോട്ട് പോവുക, എന്താണ് എല്ലാ നേഷൻസിന്റെയും സെക്യൂരിറ്റി, പിന്നെ എന്താണ് ഒരു ഫ്രണ്ട്ലി റിലേഷൻ, നേഷൻസ് തമ്മിലുള്ള ഫ്രണ്ട്ലി റിലേഷൻസ് ഡെവലപ്പ് ചെയ്തൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് നമ്മുടെ യുണൈറ്റഡ് നേഷൻ എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര സംഘടനയാണ് നമ്മുടെ യുണൈറ്റഡ് നേഷൻ UN എന്ന് പറയുന്നത്. അപ്പൊ UN-ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, കുറച്ച് ഓപ്ഷനും തന്നിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യനും വായിച്ചിട്ട് നമ്മൾ കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് എഴുതണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ, ദ യുണൈറ്റഡ് നേഷൻ വാസ് ഫൗണ്ടഡ് ഇൻ, എന്നാണ് യുണൈറ്റഡ് നേഷൻ ഫൗണ്ട് ചെയ്തത്? എന്താണ്? 24 ഒക്ടോബർ 1950, 24 ഒക്ടോബർ 1947, 24 ഒക്ടോബർ 1945, 24 ഒക്ടോബർ 1946. അപ്പം ദ യുണൈറ്റഡ് നേഷൻ വാസ് ഫൗണ്ടഡ് ഇൻ, യുണൈറ്റഡ് നേഷൻ ഫൗണ്ട് ചെയ്തത് എന്നാന്ന് വെച്ചാൽ നമുക്ക് ആൻസർ എന്ത് എഴുതാം? ഓപ്ഷൻ സി 24 ഒക്ടോബർ 1945. 1945 ഒക്ടോബർ 24-ലാണ് UN എന്ന് പറയുന്ന ആ ഒരു സംഘടന സ്ഥാപിച്ചത്. എന്നാണ്? 24 ഒക്ടോബർ 1945. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ, ദ നെയിം ഓഫ് ദ ഓർഗനൈസേഷൻ ദാറ്റ് പ്രിസീഡഡ് UN name. ഇപ്പൊ എന്താണ് UN എന്ന് ആ പേര് വരുന്നതിന് മുമ്പുള്ള ആ ഒരു ഓർഗനൈസേഷന്റെ പേര് എന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ദ ലീഗ് ഓഫ് നേഷൻസ്, ബി ദ ഗ്രൂപ്പ് ഓഫ് നേഷൻസ്, സി സോഷ്യൽ റിസർച്ച് ആൻഡ് വെൽഫെയർ ഓർഗനൈസേഷൻ, ഡി ദ ജനറൽ അസംബ്ലി. ഏതാണ് നമ്മുടെ ആൻസർ? ഓപ്ഷൻ എ ദ ലീഗ് ഓഫ് നേഷൻസ്. അപ്പൊ എന്താണ് നമ്മുടെ ആൻസർ? UN എന്ന് പറയുന്ന ആ പേര് വരുന്നതിന് മുമ്പുള്ള നമ്മളുടെ ഈ ഒരു ഓർഗനൈസേഷന്റെ പേര് ദ ലീഗ് ഓഫ് നേഷൻ എന്നായിരുന്നു. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ദ ലീഗ് ഓഫ് നേഷൻസ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ, ദ നമ്പർ ഓഫ് UN മെമ്പർ സ്റ്റേറ്റ്സ്. എന്താണ്? UN-ലുള്ള അംഗരാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 293, 51, 193, 139. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 193. 193 മെമ്പർ സ്റ്റേറ്റ് ആണ് നമ്മുടെ UN-ൽ ഉള്ളത്. എത്രയാണ്? 193. 193 മെമ്പർ സ്റ്റേറ്റ്സ് ആണ് UN-ൽ ഉള്ളത്. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കേ, ദ നമ്പർ ഓഫ് ഓർഗൻസ് ഓഫ് UN-ലുള്ള ഓർഗൻസിന്റെ ഘടകങ്ങളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി 8. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 6 ആണ് അല്ലേ. 6 ഓർഗൻസ് ആണ് UN-ലുള്ളത്. എത്രയാണ്? 6 ഓർഗൻസ് ആണ് UN-ലുള്ളത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 6. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കേ, ദ യുണൈറ്റഡ് നേഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് ഈസ്. ഈ ഒരു യുണൈറ്റഡ് നേഷന്റെ UN-ന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്ക് USA, ജനീവ സ്വിറ്റ്സർലൻഡ്, നെയ്റോബി കെനിയ, ന്യൂഡൽഹി ഇന്ത്യ. എവിടെയാണ്? ന്യൂയോർക്ക്. US-ലെ ന്യൂയോർക്ക് ആണ് ഈ യുണൈറ്റഡ് നേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. എന്താണ്? ന്യൂയോർക്ക് USA. ഇത് നമ്മുടെ ഓപ്ഷൻ എ. അടുത്ത സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കേ, ദ 8th ആൻഡ് കറന്റ് സെക്രട്ടറി ജനറൽ ഓഫ് ദ UN ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പക്ഷേ ഇപ്പോഴത്തെ കറന്റ് സെക്രട്ടറി ജനറൽ നമ്മുടെ ഓപ്ഷനിൽ ഇല്ല. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ ആ കറന്റ് അങ്ങ് വെട്ടിയേരാ. ഇത്രയും മതി നമ്മുടെ ക്വസ്റ്റ്യൻ. ദ 8th സെക്രട്ടറി ജനറൽ ഓഫ് UN-ന്റെ 8ാമത്തെ സെക്രട്ടറി ജനറൽ ആരായിരുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ മതി. അതിലെ കറണ്ട് എന്നുള്ളത് വെട്ടേക്കണം. കറണ്ട് എന്ന് പറഞ്ഞാൽ അറ്റ് പ്രസന്റ് ഇപ്പോഴുള്ള സെക്രട്ടറി ജനറൽ വേറെ ആളാണ് അല്ലേ, വേറെ ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് നമ്മുടെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ മതി. ദ 8th സെക്രട്ടറി ജനറൽ ഓഫ് ദ UN-ലെ 8ാമത്തെ സെക്രട്ടറി ജനറൽ ആരായിരുന്നു? യൂതാൻ ബൂട്ടോസ് ബൗട്ടസ് ഖാലി, ടിഗ്രലി, ബാൻ കി മൂൺ. അപ്പൊ നമ്മുടെ ആൻസർ ഏതാ? UN-ന്റെ 8ാമത്തെ 8th സെക്രട്ടറി ജനറൽ ആരാന്ന് വെച്ചാൽ ആൻസർ എന്ത് എഴുതും? ഓപ്ഷൻ ഡി ബാൻ കി മൂൺ. ഓപ്ഷൻ ഡി ബാൻ കി മൂൺ. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇതിലില്ല, ടീച്ചർ പറയാം. കറന്റ് സെക്രട്ടറി ജനറൽ ഓഫ് UN എന്ന് വെച്ചാൽ നമ്മൾ എന്ത് എഴുതും? ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ് UN-ന്റെ അറ്റ് പ്രസന്റ്? ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാന്ന് വെച്ചാൽ നമ്മുടെ ആൻസർ അന്റോണിയോ ഗുട്ടറസ്. അപ്പൊ ആരാണ്? അന്റോണിയോ ഗുട്ടറസ്. അന്റോണിയോ ഗുട്ടറസ്.
ഇപ്പോഴത്തെ നമ്മുടെ കറന്റ് സെക്രട്ടറി ജനറൽ ഓഫ് UN എന്ന് പറയുന്നത് അറ്റ് പ്രസന്റ് സെക്രട്ടറി ജനറൽ ഓഫ് UN എന്ന് പറഞ്ഞ അന്റോണിയോ ഗുട്ടറസ് ആണ്. നമ്മുടെ ടെക്സ്റ്റിൽ സൈഡിലൊന്ന് നോട്ട് ചെയ്തിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ ആ ക്വസ്റ്റ്യനില് കറന്റ് എന്ന് ചോദിക്കുന്നത് ഇപ്പോഴത്തെ സമയത്ത് സെക്രട്ടറി ജനറൽ അല്ല ബാൻ കി മൂൺ. 8th സെക്രട്ടറി ജനറൽ ഓഫ് UN ആണ് ബാൻ കി മൂൺ എന്ന് പറയുന്നത്. അറ്റ് പ്രസന്റ് കറന്റ് സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് അന്റോണിയോ ഗുട്ടറസ് ആണ്. ടെക്സ്റ്റിൽ സൈഡിലൊന്ന് നോട്ട് ചെയ്തിട്ടേക്കണം. 7th question നോക്കിയേ. India has signed the declaration by United Nations on January 1st, 1942 at എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇന്ത്യ നമ്മുടെ യുണൈറ്റഡ് നേഷൻ ഡിക്ലറേഷൻ സൈൻ ചെയ്തു എന്നാണ്? ജാനുവരി 1st, 1942. അത് എവിടെ വെച്ചാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ? ആൻസർ ന്യൂയോർക്ക്, വാഷിംഗ്ടൺ DC, സാൻ ഫ്രാൻസിസ്കോ, ജനീവ. നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ ബി, വാഷിംഗ്ടൺ DC. അപ്പൊ എന്താണ്? ജാനുവരി 1st, 1942 വാഷിംഗ്ടൺ DC വെച്ചിട്ടാണ് നമ്മുടെ ഇന്ത്യ യുണൈറ്റഡ് നേഷൻ ഡിക്ലറേഷൻ സൈൻ ചെയ്തത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി, വാഷിംഗ്ടൺ DC. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 8ാമത്തെ. ദ ഡാഷ് വുമൺ പ്രസിഡന്റ് ഓഫ് ദ യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി വാസ് വിജയലക്ഷ്മി പണ്ഡിറ്റ് അല്ലേ? വിജയലക്ഷ്മി പണ്ഡിറ്റ് എത്രാമത്തെ നമ്മുടെ യുണൈറ്റഡ് നേഷന്റെ ജനറൽ അസംബ്ലിയിലെ എത്രാമത്തെ പ്രസിഡന്റ് ആയിരുന്നു? വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ്. നമ്മുടെ ഓപ്ഷൻ നോക്കിക്കേ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. നമ്മുടെ ആൻസർ എ, ഫസ്റ്റ്. ഓപ്ഷൻ എ, ഫസ്റ്റ് ആണ് നമ്മുടെ ആൻസർ. ദ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ദ UN ജനറൽ അസംബ്ലി വാസ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. വിജയലക്ഷ്മി പണ്ഡിറ്റ് നമ്മുടെ UN ജനറൽ അസംബ്ലിയിലെ ആദ്യത്തെ UN ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റ് ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 9th. The 193rd member admitted in General Assembly on 14 July 2011 is ഇല്ല എന്താണ്? നമ്മുടെ ജൂലൈ 14, 2011 നടന്ന ജനറൽ അസംബ്ലിയിൽ പ്രവേശിക്കപ്പെട്ട ആ 193ാമത് മെമ്പർ ആരായിരുന്നു? ഏതാണെന്ന് നോക്കിയ ഓപ്ഷൻ റിപ്പബ്ലിക് ഓഫ് സൗത്ത് സുഡാൻ, ബി റിപ്പബ്ലിക് ഓഫ് കൊറിയ, സി റുവാണ്ട, ഡി കസാഖിസ്ഥാൻ. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ, റിപ്പബ്ലിക് ഓഫ് സൗത്ത് സുഡാൻ. അപ്പൊ 2011 ജൂലൈ 14 നടന്ന നമ്മുടെ UN ജനറൽ അസംബ്ലിയിൽ പ്രവേശിക്കപ്പെട്ട 193ാമത് മെമ്പർ ആയിരുന്നു റിപ്പബ്ലിക് ഓഫ് സൗത്ത് സുഡാൻ. നമ്മുടെ ആൻസർ എ, റിപ്പബ്ലിക് ഓഫ് സൗത്ത് സുഡാൻ. The term United Nations Secretary General is അതായത് ഐക്യരാഷ്ട്രസഭയുടെ ആ സെക്രട്ടറി ജനറലിന്റെ കാലാവധി എത്ര വർഷം? ഓപ്ഷൻ എ 2 years, ഓപ്ഷൻ ബി 3 years, ഓപ്ഷൻ സി 5 years, ഓപ്ഷൻ ഡി 6 years. എത്രയാണ്? ഓപ്ഷൻ സി 5 years. 5 വർഷമാണ് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലിന്റെ കാലാവധി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് നമ്മൾ എന്താ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്ന? യുണൈറ്റഡ് നേഷനിലെ ഐക്യരാഷ്ട്ര സഭ എന്ന് പറയുന്ന സംഘടന, അന്താരാഷ്ട്ര സംഘടനയെ കുറിച്ചാണ് നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. The United Nations was founded in എന്നാണ് യുണൈറ്റഡ് നേഷൻ വന്നത്? 24 October 1945 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്രസഭ UN വന്നത്. The name of the organization that preceded UN. UN മുമ്പ് നമ്മുടെ ഈ പേരെന്താണ് ഓർഗനൈസേഷന്റെ? The League of Nations. Third question. The number of UN member states. UN member states എത്ര അംഗങ്ങളുണ്ട്? 193. The number of organs of UN. എന്താണ് ആൻസർ? ഓപ്ഷൻ ബി 6. അടുത്ത ക്വസ്റ്റ്യൻ. The United Nations headquarters. UN ന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂയോർക്ക്, USA. The 8th Secretary General of the UN. 8ാമത് നമ്മുടെ UN ന്റെ സെക്രട്ടറി ജനറൽ ആരായിരുന്നു? ഓപ്ഷൻ ഡി, ബാൻ കി മൂൺ. അടുത്ത ഇപ്പോഴത്തെ നമ്മുടെ കറന്റ് സെക്രട്ടറി ജനറൽ ആരാണ് UN ന്റെ? അന്റോണിയോ ഗുട്ടറസ്. അടുത്ത 7th ക്വസ്റ്റ്യൻ നോക്കേ. ഇന്ത്യ ഹാസ് സൈൻഡ് ദ ഡിക്ലറേഷൻ ബൈ യുണൈറ്റഡ് നേഷൻസ് ഓൺ ജാനുവരി 1st, 1942 അല്ലേ? 1942 ജാനുവരി 1st ഇന്ത്യ നമ്മുടെ യുണൈറ്റഡ് നേഷൻ ഡിക്ലറേഷൻ സൈൻ ചെയ്തത് എവിടെ വെച്ചായിരുന്നു? വാഷിംഗ്ടൺ DC. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഡാഷ് വുമൺ പ്രസിഡന്റ് ഓഫ് ദ UN ജനറൽ അസംബ്ലി വാസ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. UN ജനറൽ അസംബ്ലിയുടെ എത്രാമത്തെ വുമൺ പ്രസിഡന്റ് ആയിരുന്നു വിജയലക്ഷ്മി പണ്ഡിറ്റ്? ഫസ്റ്റ്. ഓപ്ഷൻ എ, ഫസ്റ്റ്. The 193rd member admitted in General Assembly on 14 July 2011. അതായത് 2011 ജൂലൈ 14 നമ്മുടെ UN ജനറൽ അസംബ്ലിയിൽ പ്രവേശിക്കപ്പെട്ട 193ാമത്തെ മെമ്പർ ആരായിരുന്നു? റിപ്പബ്ലിക് ഓഫ് സൗത്ത് സുഡാൻ. The term United Nations Secretary General അതായത് UN സെക്രട്ടറി ജനറലിന്റെ കാലാവധി എത്ര വർഷമാണ്? ഓപ്ഷൻ സി 5 years. ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇത്രയും കാര്യത്തിന്റെ നോട്ട്സ് എഴുതി ടീച്ചറിന്റെ അയച്ചു തരണം. അതുപോലെ തന്നെ
പഠിക്കുന്ന വോയിസ് മെസ്സേജും ടീച്ചറിനെ സെൻഡ് ചെയ്യാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത്രയും പഠിപ്പിച്ചതില്? അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.